ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ലീഡ് ചെയ്തതായ എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും അവരുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആമേൻ. നിങ്ങളെല്ലാം വളരെ ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്നതായ ദൈവദാസന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. കേരളം സാധാരണ ഒരു സ്ഥലമല്ല. ये पूरे विश्व में सबसे यूनिक जगह है. ഈ പൂർണ്ണമായി ലോകം മുഴുവൻ നോക്കിയാലും വ്യത്യസ്തത കൊണ്ട് നിറയുന്നതായ ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. प्रभु यीशु मसीह के 12 चेलों में से एक चेला संत थोमा 52 AD में यहाँ पर आए और 72 AD में शहीद हुए. യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നതായ തോമസ് ശ്ലീഹ കേരളത്തിൽ AD 52 മുതൽ 72 വരെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ये बड़ी पावन भूमि है. ഈ സ്ഥലം പുണ്യ സ്ഥലമാണ്. संत थोमा की परम पावन भूमि को भी मैं साधु नित्यानंद प्रणाम करता हूँ. സാധു നിത്യാനന്ദന്റേതായ എല്ലാ വന്ദനങ്ങളും ഈ കേരള ജനതയോട് അറിയിക്കുന്നു. मैं बड़ा भाग्यशाली हूँ कि आज केरल की पावन भूमि पर खड़ा होकर प्रवचन करने योग्य हूँ. കേരളമാകുന്ന പുണ്യസ്ഥലത്ത് വന്നു നിന്ന് നിങ്ങളോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം എന്നെ നിയോഗിച്ചതോർത്ത് ഞാൻ ദൈവസന്നിധിയിൽ നന്ദി പറയുന്നു. जब वर्शिप हो रही थी तो मुझे एहसास हो रहा था कि सच में ये संतों की भूमि है. ആമേൻ. ഞാൻ വർഷിപ്പ് ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നു, ഇത് ശരിക്കും വിശുദ്ധന്മാരുടെ ഭൂമിയാണ്. പ്രൈസ് ദി ലോർഡ്. हालेलुया हालेलुया ഹല്ലേലൂയ. योर हालेलुया इज वेरी वीक. आपका हालेलुया बड़ा कमजोर है. നമ്മുടെ ഹല്ലേലൂയയ്ക്ക് ശക്തി തീരെ കുറവാണെന്നാണ് ദൈവദാസൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. मेरा हालेलुया आप सुनिए. ഇനി എന്റെ ഹല്ലേലൂയ നിങ്ങൾ ഒന്ന് കേൾക്കുക. ഈ ഭാഗത്ത് ഹാലയും ഈ ഭാഗത്ത് ഗോയായുമാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ നന്നായിരിക്കുന്നു. एक और एक मिलके दो हो जाए तो उसको गणित बोलते हैं. ആമേൻ. ഒന്നിനോട് രണ്ട് കൂട്ടുക എന്ന് പറയുന്നത് ഗണിതമാണെന്ന് പറയും. एक और एक मिलकर 11 हो जाए उसको संगठन बोलते हैं. പ്രൈസ് ദി ലോർഡ്. ഒന്നിനോട് ചേർന്ന് 12 ആയി കഴിഞ്ഞാൽ അത് സംഘാടനമാണെന്ന് പറയുന്നു. एक और एक मिलके एक ही रह जाए उसको प्रेम बोलते हैं. ഒന്നിനോട് ചേർന്ന് ഒന്ന് നിന്നാൽ അതിനെ സ്നേഹം എന്ന് പറയുന്നു. एक और एक मिलके शून्य हो जाए उसको अध्यात्म बोलते हैं. പ്രൈസ് ദി ലോർഡ്. ഒന്നിനോട് ചേർന്ന് ഒന്ന് നിൽക്കുമ്പോൾ അവൻ ഇല്ലാതെയായി മാറുന്നുവെങ്കിൽ അതിന് ആത്മാവ് എന്ന് പറയുന്നു. एक को एक से मिलने न दिया जाए उसको राजनीति बोलते हैं. പ്രൈസ് ദി ലോർഡ്. ഒന്നിനോട് ചേർന്ന് ഒന്ന് നിൽക്കുമ്പോൾ അവൻ राजनीति ദൈവ രാജ്യമാണെന്ന് പറയുന്നു. एक को एक के विरुद्ध खड़ा कर दिया जाए उसको षड्यंत्र बोलते हैं. പ്രൈസ് ദി ലോർഡ്. ഒന്നിനോട് ചേർന്ന് ഒന്ന് നിൽക്കുമ്പോൾ വിരോധമാണ് ജനിക്കുന്നതെങ്കിൽ അതിന് തമ്മിലുള്ളതായ അടി എന്ന് പറയുന്നു. एक ही ताला एक ही कुंजी एक ही जब करवाया एक ही से पर्चा भया एक ही एक समाया एक कहे सो पंथ चलावे बिना एक नहीं मार्ग पावे एक गुरु राई बिना एक नहीं जीव मुक्ताई. इसका कोई ट्रांसलेशन नहीं हो सकता. ഇതിന് ട്രാൻസ്ലേഷൻ ഉണ്ടാക്കാൻ സാധ്യതയില്ലെന്ന് അദ്ദേഹം പറയുന്നു. Hallelujah. I can also sing a song in Malayalam. Praise the Lord. എനിക്കൊരു മലയാളത്തിൽ ഒരു പാട്ട് പാടാൻ ആഗ്രഹമാണ്. എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നു. Malayalam is all about Sanskrit. It's all Sanskrit, pure Sanskrit. മലയാളം എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണ്. പ്യുവർ ആയിട്ടുള്ള ശുദ്ധമായ സംസ്കൃതം. I understand whole Malayalam. I can tell you, I understand what you are talking about. നിങ്ങൾ പറയുന്ന മലയാളം മുഴുവൻ എനിക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. Because it's pure Sanskrit. അത് ശുദ്ധ സംസ്കൃതമാണ്. ദൈവസ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹം മോർത്താ ഇത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ സ്വന്തമായി ഒന്നുമില്ല സർവ്വത്തും
said a beautiful verse. സെന്റ് അഗസ്റ്റിൻ ഇങ്ങനെ ഒരു നിർവചനം പറയുകയുണ്ടായി. Lord, thou hast made us for thyself, and restless is our soul until it rests in thee. Lord, thou hast made us for thyself, and restless is our soul, it until rest in thee. प्रभु आपने हमको अपने लिए ही सृजा और बनाया और निर्मित किया है. हमारी आत्मा तब तक तड़पती भटकती और व्याकुल और विचलित रहती है जब तक कि आपने ही विश्राम न कर ले. ആമേൻ. ദൈവമേ, നീ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ഉള്ളിൽ ഹൃദയം നൽകിയിരിക്കുന്നു. അത് എപ്പോൾ വരെ അത് മിടിക്കുന്നുവോ അപ്പോൾ വരെ ഞങ്ങളുടെ ഉള്ളിലുള്ളത് ആത്മാവ് ആമേൻ മരിക്കാതെ അതിനകത്ത് നീ സൂക്ഷിച്ചിരിക്കുന്നു. एक टीचर ने बच्चों से पूछा, बच्चों ये बताओ परमेश्वर कहाँ रहता है? ഒരു ഗുരു തന്റെ ശിഷ്യന്മാരോട് തന്റെ കുട്ടികളോട് ഇങ്ങനെ ചോദിച്ചു, ഈശ്വരൻ എവിടെയാണ് ജീവിക്കുന്നത്? और अगर आपने बता दिया बच्चों तो मैं तुमको 100 रुपए इनाम दूंगा. ഓക്കെ, ഈ ഉത്തരം പറയുന്നവർക്ക് ഞാൻ 100 രൂപ സമ്മാനമായി നൽകുമെന്ന് പറഞ്ഞു. एक बच्चा खड़ा हुआ बोले, सर मैं आपको 200 रुपए इनाम दूंगा. ഒരു സ്മാർട്ട് ആയിട്ടുള്ള പയ്യൻ എഴുന്നിട്ടെന്ന് പറഞ്ഞു, സാറേ ഞാൻ 200 രൂപ തരാം. यदि आप ये बता दो कि वो कौन सी जगह है जहां वो नहीं रहता. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം, ഏത് സ്ഥലത്താണോ ദൈവം വസിക്കാതിരിക്കുന്നത് അതിന് ഉത്തരം പറയാമെങ്കിൽ ഞാൻ 200 രൂപ നൽകാമെന്ന് പറഞ്ഞു. हालेलुया, ഹല്ലേലൂയ. हालेलुया. क्या बात है. वो कौन सी जगह है जहां वो नहीं रहता. ആമേൻ. ഏത് സ്ഥലത്താണോ ദൈവം വസിക്കില്ലാത്തത് എന്ന് പറയുന്നത് വലിയ ഉത്തരമാണ്. I come from a Brahmin priestly family. ഞാനൊരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്, ബ്രാഹ്മണ പൗരോഹിത്യ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. और आपको मैं एक बात बड़ी बता दूं कि 25 साल हो गए मुझे यीशु मसीह में चलते. ഞാനിപ്പോൾ 25 വർഷമായിട്ട് യേശുവിന്റെ മാർഗത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. सिल्वर जुबली मना रहा हूं केरल में. ഞാൻ സിൽവർ ജൂബിലി കേരളത്തിൽ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 25 साल से मैं कभी रुका ही नहीं हूं. ആമേൻ. 25 വർഷമായിട്ട് ഞാൻ പിന്നോട്ട് പോയിട്ടില്ല. मैं एक महीने में 20 से 25 फ्लाइट में उड़ता हूं. ഞാൻ ഒരു വർഷത്തിൽ 20 മുതൽ 30 വരെയുള്ളതായ ഫ്ലൈറ്റ് യാത്ര നടത്തുന്നു. मेरे कान के क्रिस्टल भी खराब हो गए. ആമേൻ. എന്റെ ചെവി ഇപ്പോൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല. एप्पली मैन्यूअर बोलते हैं. मुझे ऐसे करूंगा तो चक्कर आता है. ആമേൻ. എനിക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് വേദന ഉണ്ടാവാറുണ്ട്. मेरा शरीर दुर्बल हो गया है. എന്റെ ശരീരം വളരെ ക്ഷീണിതനായി. लेकिन आत्मा बड़ी बलिष्ठ हो गई. പക്ഷേ എന്റെ ആത്മാവ് വർദ്ധിച്ച് ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. बोले भविष्य महाराज की യേശു കർത്താവിന്റെ മഹത്വം പറയാം. परमेश्वर की പിതാവായ ദൈവത്തിന് ഹല്ലേലൂയ പറയാം. പരിശുദ്ധ ആത്മാവിന് സ്തോത്രം പറയാം. हमारे यहाँ पर एक उपनिषद है, बृहदारण्यक उपनिषद. ഞങ്ങളുടെ അടുക്കൽ ഒരു ഉപനിഷത്തുണ്ട്. 4 वेद हैं, 18 पुराण हैं और 100 से ज्यादा उपनिषद हैं. 4 വേദങ്ങളും അനേക പുരാണങ്ങളും 100-ലധികം ഉപനിഷത്തുകളുമുണ്ട്. और हमारे यहाँ की एक उपनिषद जिसमें बृहदारण्यक उपनिषद है, उसमें एक बड़ी प्यारी कहानी है. അതൊരു വലിയ കഥയായിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു കഥ, ഒരു വലിയ ഉപനിഷത്തുണ്ട്. याज्ञवल्क्य ऋषि की 2 पत्नियां थी. യാഗവൽ എന്ന് പറയുന്നതായ വ്യക്തിക്ക് ഋഷിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. और उसमें जब वो याज्ञवल्क्य ऋषि अपना सब कुछ छोड़ छाड़ के वो संन्यास लेने लग जाते. ഓക്കെ, തന്റെ കുടുംബം എല്ലാം ഉപേക്ഷിച്ചാണ് സന്യാസം ചെയ്യുവാനായിട്ട് പോയി. तो उनको ये लगता है कि मैं जा रहा हूँ, अब मैं जाऊंगा तो मेरी वाइफ्स जो 2 पत्नियां हैं उनका ख्याल कौन रखेगा. ഞാൻ ഇങ്ങനെ സന്യാസത്തിന് പോയി കഴിഞ്ഞാൽ എന്റെ കുടുംബമായ 2 ഭാര്യമാരെ ആര് സംരക്ഷിക്കുമെന്ന് അവൻ ചിന്തിച്ചു. तो उन्होंने आधी आधी संपत्ति दोनों पत्नियों को बांटने का निर्णय लिया. തന്റെ മുഴുവൻ സമ്പത്തും 2ആയി വീതിച്ച് 2 ഭാര്യമാർക്ക് കൊടുക്കുവാനായിട്ട് താൻ जब वो തീരുമാനിച്ചു. प्रॉपर्टी बांट रहे थे तो कात्यायनी जो उनकी पहली पत्नी कात्यायनी है वो बड़ी खुश हो गई. അവൻ ഈ സമ്പത്ത് വിഭാഗിക്കാൻ നേരത്ത് തന്റെ ആദ്യ ഭാര്യ കാർത്യായനി വളരെയധികം സന്തോഷവതിയായി മാറി. लेकिन उनकी दूसरी पत्नी मैत्रेयी बड़ी दुखी हो गई. എന്നാൽ രണ്ടാമത്തെ പത്നിയാവുന്നതായ മൈത്രി വളരെയധികം വേദനിക്കുന്നതായി ഇടയായി. कहा मुझे ये नहीं चाहिए. അവൾ പറഞ്ഞു, ഇങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ मुझे വിഭാഗിക്കണ്ട. ये दौलत नहीं चाहिए. എനിക്ക് ഒന്നും ഇതിൽ നിന്നും വേണ്ട. मुझे तो वो दौलत चाहिए എനിക്ക് വേണ്ട സമ്പത്ത് जिसके लिए तुम ये सब छोड़ कर जा रहे हो. എനിക്ക് ഏത് സമ്പത്താണോ വേണ്ടത്, നിങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെടുത്തി ആർക്കു വേണ്ടിയാണോ പോകുന്നത് ആ സമ്പത്തിനെയാണ് എനിക്ക് വേണ്ടതെന്ന് ഞാൻ പറയാനിടയായി. और मैत्रेयी ने रोते
दर्शन में ये 3 श्लोक बड़े ऊंचे श्लोक हैं. ഈ 3 ശ്ലോകങ്ങൾ ഭാരതത്തിലുള്ളതായ മുഴുവൻ ശ്ലോകങ്ങളിൽ വെച്ച് ഏറ്റവും വലിയതായി കരുതുന്നു. मैत्रेयी ने गीत गाया अपने पति को रोकने के लिए कि मुझे भी ले चलो. ആമേൻ. മൈത്രി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ ഭർത്താവേ അവിടെ നിൽക്കൂ, എന്നെ കൂടെ നീ കൊണ്ടുപോകൂ. उसने संस्कृत में कहा असतो सद्गमय. അതിനാണ് സംസ്കൃതത്തിൽ അസതോമ സദ്ഗമയ എന്ന് പറയുന്നത്. तमसो ज्योतिर्गमय. തമസോമ ജ്യോതിർഗമയ എന്നുള്ളതാണ് രണ്ടാമത്തേത്. मृत्योर्मा अमृतंगमय. മൃത്യോർമ അമൃതംഗമയ എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകം. मेरे पतिदेव मुझे असत्य से सत्य की ओर ले चलो. എന്റെ പ്രിയ ഭർത്താവേ, നീ എന്നെ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് കൊണ്ടുപോകൂ. मुझे अंधकार से प्रकाश की ओर ले चलो. എന്നെ അന്ധകാരത്തിൽ നിന്നും ജീവപ്രകാശത്തിലേക്ക് കൊണ്ടുപോകൂ. मृत्यु से अमरता की ओर ले चलो. എന്നെ മരണത്തിൽ നിന്നും നിത്യതയിലേക്ക് നിത്യജീവനിലേക്ക് കൊണ്ടുപോകൂ. मैत्रेयी के मुंह से निकली हुई ये प्रार्थना सारे मानव हृदय की. ആമേൻ. മൈത്രിയിൽ നിന്ന് പുറത്തു വന്നതായ ഈ പ്രാർത്ഥന മുഴുവൻ മാനവ ലോകത്തിന്റെയും ഹൃദയത്തിന്റെ അകത്ത് കയറുവാനിടയായിരുന്നു. ये मैत्रेयी की प्रार्थना नहीं, ये सारी मनुष्य जाति की हृदय की पुकार है. ഇത് കേവലം മൈത്രിയുടെ മാത്രം പ്രാർത്ഥനയല്ല, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്റെയും ഉള്ളിലെ തേകലാണ്, പ്രാർത്ഥനയാണ്. बोले प्रभु यीशु महाराज की. യേശു കർത്താവിന് മഹത്വം പറയാം. ईश्वर की. പിതാവാം ദൈവത്തിന് ഹല്ലേലൂയ പറയാം. अभी भी आपके हालेलुया में सुधार नहीं हुआ. നിങ്ങളുടെ സ്തോത്രത്തിന് ഹല്ലേലൂയയ്ക്ക് ഇപ്പോഴും വേണ്ടത്ര ശക്തി ഇല്ലെന്നാണ് ദേവദാസൻ പറയുന്നത്. मेरे पोस्टर जगह जगह लगाए हैं. എന്റെ പോസ്റ്റർ ഇവിടെ അവിടെയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. उससे गाड़ी जा रही थी, वो गाड़ी भी मेरा प्रचार कर रही है. ഞാൻ വാഹനങ്ങൾ പോകുമ്പോൾ വാഹനത്തിൽ ഞാൻ ഇരുന്ന് പ്രസംഗിക്കുകയാണ്. बड़ा अच्छा है कि यहाँ मेरा विरोध नहीं हो रहा है. ഇവിടെ എനിക്ക് വിരോധമായി ഒന്നും വന്നിട്ടില്ല ഇതുവരെ. അത് വളരെ നല്ല കാര്യമാണ്. 4 स्टेट की गवर्नमेंट मेरे को बैन करके रखी हुई. 4 സംസ്ഥാനങ്ങൾ എന്നെ സുവിശേഷീകരണത്തിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ്. जनता नहीं, सरकार डरती है. ആമേൻ. ലോകത്തിലെ മനുഷ്യരല്ല, ആ സർക്കാരുകൾ അഥവാ ഗവൺമെന്റുകൾ എന്നെ സുവിശേഷ വേലയിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ്. ये दाढ़ी वाला बाबा, ഈ താടി ഉള്ളതായ ബാബ, आप लोग मेरी दाढ़ी को बड़े ध्यान से देखें. നിങ്ങൾ എന്റെ താടിയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നു. मैं कई बार जाता हूँ तो फ्लाइट में, ट्रेन में कई लोग मुझे देखते बोले बाबा रामदेव. ആമേൻ. ഞാൻ പോകുന്ന വഴിയിലെല്ലാം ആളുകൾ എന്റെ നേരെ നോക്കിയിട്ട് പറയാറുണ്ട് ബാബ രാംദേവ് ആണെന്ന്. बोले आप बाबा रामदेव जैसे दिखते हैं. ഓ, ബാബ രാംദേവ് ഇതുപോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. मैंने कहा मैं बाबा रामदेव नहीं हूँ, उसकी एक आंख टेढ़ी, मेरी दोनों ठीक ठाक. ഞാൻ ബാബ രാംദേവ് അല്ല, മറിച്ച് उसकी एक आंख टेढ़ी, मेरी दोनों ठीक ठाक. He's one eye. There is a disturbance in his one eye. My both eyes are okay. That is the only difference that he and I have. ഓക്കേ, ഹല്ലേലൂയ. ഞാനും ബാബ രാംദേവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ അദ്ദേഹത്തിന് 2 കണ്ണ് നന്നായി വർക്ക് ചെയ്യും, എന്റെ ഒരു കണ്ണിന് അല്പം പ്രശ്നമുണ്ട്. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. यीशु महाराज की. യേശു കർത്താവിന് മഹത്വം പറയാം. ഹല്ലേലൂയ. പിതാവാം ദൈവത്തിന് ഹല്ലേലൂയ പറയാം. പരിശുദ്ധ ആത്മാവിൽ നിങ്ങളുടെ സ്തോത്രം പറയാം. मेरे माइंड में बहुत सारी चीजें चल रही. मुझे लगता है मैं कहां से उठा के क्या चीज आपको बताऊं. എന്റെ ഹൃദയത്തിൽ ഒത്തിരി ചിന്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ എവിടെ നിന്ന് എന്തെടുത്ത് നിന്നോട് പറയുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. टाइम बड़ा लिमिटेड है अभी. ഇന്നത്തെ ദിവസം എനിക്ക് മുമ്പിൽ സമയം വളരെ വിരളമാണ്. कल मैं अपनी साक्षी दूंगा जरूर. നാളെ ഞാൻ എന്റെ സാക്ഷ്യം നിന്നോട് നിശ്ചയമായും പറയും. क्योंकि एक लंबी गाथा है, कुछ लंबी और बड़ी बातें हैं. ആമേൻ. ഒത്തിരി വലിയ കാര്യങ്ങളുണ്ട്, ഒത്തിരി കഥകൾ എന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. मैं एक छोटी सी बात आपको बता दूं. ഞാൻ ഒരു ചെറിയ കാര്യം വേഗത്തിൽ നിന്നോട് പങ്കുവെക്കാം. हम अपने जीवन के पल पल और क्षण क्षण प्रतिदिन सीखते हैं. നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലത് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. हालेलुया. यहाँ पे औरतें कितनी हैं? वुमेन्स, हाउ मेनी वुमेन्स हैं? ഇവിടെ എത്ര സഹോദരിമാർ ഇരിപ്പുണ്ട്? औरतें हाथ उठाओ, हाथ उठाओ. എല്ലാ സഹോദരിമാരും നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്താമോ? केरल की महिलाएं एक्टिव हैं. ആമേൻ. കേരളത്തിലെ വനിതകൾ വളരെ ആക്റ്റീവ് ആണെന്നാണ് ये പറയുന്നത്. आपका हाथ उठाने का जो तरीका है मैं बता सकता हूँ. ये बॉडी लैंग्वेज जो है ना जल्दी से उठाती है. ആമേൻ. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയാൻ വേണ്ടി നിങ്ങളുടെ വേഗത്തിൽ കരങ്ങൾ ഉയർത്തിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. अच्छा, यहाँ पुरुष कितने बैठे हैं? आप उठाइए. ഇവിടെ പുരുഷന്മാർ എത്ര പേര് ഇരിപ്പുണ്ട്? ये अभी आपसे सीख लिए. ഓ, ഈ അവരെന്ത് ചെയ്തു പറയാമോ? നിങ്ങളിൽ നിന്നും പഠിച്ചെടുത്തതാണ്. हालेलुया. अच्छा, आपको एक बात बताएं.
ഞാനൊരു കാര്യം കൂടെ പറയാം. औरतें जब रोती हैं तो अपने मुंह में हाथ रखती हैं. വനിതകൾ അല്ലെങ്കിൽ സഹോദരിമാരെ കരയുമ്പോൾ അവരുടെ വായിൽ അവര് കൈവച്ച് പൊത്തുവാനിടയായി മൂടുവാനിടയായി. जब औरतें रोती हैं तो वो സഹോദരിമാരെ കരയുമ്പോൾ അവരിങ്ങനെ കൈ പൊത്തിയാണ് കരയുന്നത്. अगर नहीं विश्वास हो रहा है तो घर में जाके रो के देखना हाथ कहाँ रख रहे हो. നിങ്ങൾ വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി കരഞ്ഞു നോക്കണം. നിങ്ങളുടെ കൈ എവിടെ ഇരിക്കുമെന്ന് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. और आदमी जब रोता है तो वो अपनी आंखों में हाथ रखता है. സഹോദരന്മാർ കരയുമ്പോൾ അവരുടെ കൈകൾ കണ്ണിലാണ് വയ്ക്കുന്നത്. रो के देखिएगा आज घर में जाके कि हाथ कहाँ रख रहे हो. നിങ്ങൾ വീട്ടിലൊന്ന് പോയി കരയുകയാണെങ്കിൽ നിങ്ങളുടെ കൈ എവിടെ ऐसा इसलिए है എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ क्योंकि औरतों के ज्यादातर गुनाह उनकी जुबान से होते हैं. അവരുടെ വായിൽ നിന്നാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ പുറത്തു വരുന്നത്. आदमी के ज्यादातर गुनाह उनकी आंखों से होते हैं. അവരുടെ ഏറ്റവും വിശിഷ്ടമായ കാര്യങ്ങൾ വരുന്നത് അവരുടെ കണ്ണുകളിൽ നിന്നാണ്. आदमी अपने पाप अपनी आंख से करता है. Praise the Lord. Hallelujah. സഹോദരന്മാർ അവർ ചെയ്യുന്ന പാപങ്ങൾ അവരുടെ കണ്ണിൽ നിന്നാണ് അവർ ചെയ്യുന്നത്. 100% पाप अपनी जीभ से करती है. സഹോദരിമാർ അവരുടെ മുഴുവൻ പാപങ്ങളും ചെയ്യുന്നത് വായിൽ കൂടിയാണ്. सबसे ज्यादा मैं औरतों को कहता हूँ अपनी जीभ पे कंट्रोल कर लो, खुश हो जाओगी. ആദ്യം സഹോദരിമാരോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ വായെ നിയന്ത്രിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ ചിലത് നല്ലത് സംഭവിക്കും. आदमी भैया कुछ मत करो, अपनी आंखों पे कंट्रोल करो. Praise the Lord. സഹോദരന്മാർ തങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കുകയാണെങ്കിൽ വലിയ സന്തോഷമായിരിക്കും. Hallelujah. Hallelujah. यीशु महाराज की യേശു കർത്താവിന് മഹത്വം കൊടുക്കാം. പരമപിതാവിന് നന്ദിയോടെ സ്തോത്രം പറയാം. Hallelujah. Hallelujah. तो ये आज आप सब मिलके हम जब मिलते हैं, चाहे वो स्त्री हो चाहे पुरुष, हम एक बड़ा सुंदर क्रिएट करते हैं. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ വലിയ സന്തോഷമാണ് ഉണ്ടാക്കുന്നത്. बिना आपके और आपके जीवन अधूरा है, संसार अधूरा है. हम सबको मिलके चलना है. സ്തോത്രം. നിങ്ങൾ പിരിഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ വലിയ നന്മകളാണ് സംഭവിക്കുന്നത്. औरतों का സഹോദരിമാരുടെ വിഷയം പറഞ്ഞാൽ दाहिना दिमाग काम करता है, राइट ब्रेन ऑपरेट करता है, होता है. അവരുടെ ബ്രെയിൻ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. और आदमी का बायां दिमाग करता है, लेफ्ट ब्रेन ऑपरेट होता है. സഹോദരന്മാരുടേത് ഇടത് ബ്രെയിൻ ആണ് നന്നായി വർക്ക് ചെയ്യുന്നത്. ये याद रखिएगा इस बात को. और जो दाहिना दिमाग है, करुणा दया प्रेम भक्ति भलाई सब कुछ दाहिने दिमाग में. വലത്തെ ബ്രെയിനിൽ നിന്ന് പുറത്തു വരുന്നത് നന്മയും കരുണയും സ്നേഹവും ഒക്കെയാണ്. और जितना बर्बाद गंदगी, जितना अवसाद और जितनी मतलब कूड़ा करकट है, सारा वो बाएं तरफ है. എന്തെല്ലാം പ്രശ്നങ്ങൾ മൊത്തം വരുന്നുണ്ടോ അത് മുഴുവൻ വരുന്നത് ഇടത് സൈഡിലുള്ളതായ തലയിൽ നിന്നാണ്, ഇടത് ബ്രെയിനിൽ നിന്നാണ്. लेकिन जब कोई व्यक्ति प्रभु में आता है, औरतें बड़ी खुश हो गई. ഇപ്പോ സഹോദരിമാർ ഒത്തിരി സന്തോഷിക്കുന്നുണ്ടെന്ന് ദേവദാസൻ പറയുന്നു. पर एक बात याद, अच्छा एक बात बताओ, ईश्वर ने आदम को किससे बनाया? How did God created Adam? ദൈവം എങ്ങനെ ആദമിനെ സൃഷ്ടിച്ചത്? मिट्टी से. मिट्टी को क्या बोलते मलयालम में? मन तो हमारा यहाँ पे है. मन से, मिट्टी से बनाया. अच्छा, मिट्टी से बनाया, आदम को बनाया, फिर आदम के अंदर से क्या निकाला? പൊടിയിൽ നിന്നും മനുഷ്യനെ ആദമിനെ ഉണ്ടാക്കി, ആദത്തിന്റെ ഉള്ളിൽ നിന്നും എന്തിനെ പുറത്തു കൊണ്ടുവന്നു? क्या निकाला? पसली. जोर से बोलिए. पसली. आदम के अंदर से हवा निकाली और तुम्हारी हवा निकाल रही. ആദത്തിന്റെ ഉള്ളിൽ നിന്നും ഹവ്വയെ പുറത്തു കൊണ്ടുവന്നു. आदम के अंदर से हवा ने, एक्चुअली में आदम ने स्त्री को पैदा किया. कायदे की लैंग्वेज में अगर बोलेंगे तो आदम ने औरत को पैदा किया. ആദമാണ് സ്ത്രീയെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ സൃഷ്ടിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. तो इसीलिए आदम कहता है मेरी हड्डियों की हड्डी, मेरा मांस का मांस, मुझ घर से निकली ये नारी. എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാണ് ഈ നാരി എന്ന് പറയുന്നതായ വ്യക്തി എന്ന് മനുഷ്യൻ പറയുന്നു. लेकिन ईश्वर ने वो वाली मशीन पुरानी वाली बंद कर दी. എന്നാൽ ആ പഴയ മെഷീൻ ദൈവം നിർത്തി കളഞ്ഞു, അതിനെ ഷട്ട് ഡൗൺ ചെയ്തു. अब स्त्री के अंदर से आदम निकालता है.
Praise the Lord. ഇപ്പോൾ സ്ത്രീയുടെ ഉള്ളിൽ നിന്നും ആദമിനെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ये बात मानने का ये श्राप लग गया है तुमको. ആമേൻ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷമാകും. हालेलुया. ഹല്ലേലൂയ. बोले प्रभु महाराज की. യേശു കർത്താവിനെ മഹത്വപ്പെടുത്താം. पिता परमेश्वर. പിതാവാം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറയാം. आत्मा की. പരിശുദ്ധ ആത്മാവിന് നന്ദിയോടെ हालेलुया. ഹല്ലേലൂയ. अच्छा, मेरे आश्रम में एक बच्चों का मैंने 200 बच्चे गोद ली. എന്റെ ആശ്രമത്തിൽ ഏകദേശം 200ഓളം കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. और उन बच्चों को मैंने हालेलुया सिखा दिया. ഞാൻ അവരെ ഹാലേലൂയ പഠിപ്പിക്കാറുണ്ട്. अच्छा, एक बात याद रखिएगा कि हालेलुया महामंत्र है. ആമേൻ. ഒരു കാര്യം മനസ്സിലാക്കണം, ഹാലേലൂയ എന്ന് പറയുന്നത് ഒരു വലിയ, इससे बड़ा कोई मंत्र है ही नहीं. അതൊരു വലിയ മന്ത്രം പോലെയാണ്. അതിനേക്കാൾ വലിയൊരു മന്ത്രം ഈ ലോകത്തിലില്ല. आप नहीं भी चाहोगे तब भी तुम्हारे मुंह से निकलेगा. ആമേൻ. നിങ്ങൾ എവിടെയൊക്കെ പോയാലും നിങ്ങളുടെ വായിൽ നിന്നും ഹാലേലൂയ വരും. अच्छा, एक बात और बता दूं, कोई यीशु का भक्त है वही हालेलुया सही ढंग से बोल पाएगा, नहीं तो कोई बोल नहीं सकता इसको. ഒരുവൻ യേശുവിന്റെ ശിഷ്യനാണെങ്കിൽ, ഒരുവൻ യേശുവിന്റെ ഭക്തനാണെങ്കിൽ മാത്രമാണ് ഹാലേലൂയ പറയാൻ സാധിക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം അവർക്ക് ഹാലേലൂയ പറയാൻ കഴിയുകയില്ല. मेरे आश्रम में मैंने छोटे छोटे बच्चों को हालेलुया सिखा दिया. ഞാൻ എന്റെ ആശ്രമത്തിലെ കുഞ്ഞു കുട്ടികൾക്ക് ഹാലേലൂയ പഠിപ്പിക്കാൻ തുടങ്ങി. जब बच्चों को आप कोई चीज दे दीजिए तो बच्चे उसको क्रिएटिव कर देते हैं. അവൻ എപ്പോഴൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യം കൊടുക്കുന്നുണ്ടോ അവർ അതിൽ നിന്ന് പുനഃസൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. अगर आप बच्चों को चॉकलेट दे दीजिए तो वो चॉकलेट का रैपर फेंकते नहीं. ആമേൻ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ് കൊടുക്കുകയാണെങ്കിൽ, മിഠായി കൊടുക്കുകയാണെങ്കിൽ അതിന് മിഠായി കവർ അവർ കളയാറില്ല. वो उसकी सीटी बना लेते हैं. അവൻ അതിൽ നിന്നും അവരെ വിസിൽ ഉണ്ടാക്കാറുണ്ട്. उसको खींच के उसके पॉलिथीन को खींच के वो सीटी बजाते हैं. ആ പ്ലാസ്റ്റിക്കിന്റെ കീട് മുറിച്ച് അവർ എന്ത് ഉണ്ടാക്കാറുണ്ട്? അവര് വിസിൽ ഉണ്ടാക്കാറുണ്ട്. तो मेरे बच्चों को मैंने हालेलुया सिखा दिया तो वो एक साथ हालेलुया बोलते हैं. ഞാൻ അവരെ ഹാലേലൂയ പഠിപ്പിച്ചപ്പോൾ അവരെല്ലാവരും ഒത്തുചേർന്ന് ഹാലേലൂയ പറയുവാനിടയായി. एक साथ बोलते तो कुछ का कुछ सुनाई देता. ആമേൻ. അവർ ഹാലേലൂയ ഒരുമിച്ച് പറയുമ്പോൾ അവരുടെ ചെവികളിൽ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. तो मेरे बच्चे प्रार्थना भवन में बैठ के हालेलुया 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 चिल्ला रहे हैं. ആമേൻ. അവർ പ്രാർത്ഥന മുറിയിൽ ഇരുന്നുകൊണ്ട് ഹാലേലൂയ പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. और उस दिन एक बड़े सेठ की औरत जो 6 महीने से इस माइग्रेन से परेशान थी वो आश्रम में आई. ഒരു വലിയ മനുഷ്യന്റെ ഭാര്യ 6 മാസത്തോളമായി മൈഗ്രെയിന്റെ രോഗവുമായി ബന്ധപ്പെട്ട് താൻ ആശ്രമത്തിൽ വരാനിടയായി തീർന്നു. आश्रम में आते ही ठीक हो गई. ആമേൻ. അവർ ആശ്രമത്തിൽ വന്നപ്പോൾ തന്നെ ഹാലേലൂയ കേട്ടിട്ട് അവരെ സൗഖ്യം പ്രാപിക്കാനിടയായി തീർന്നു. കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തു. वो प्रार्थना भवन में आई, बच्ची चिल्ला रहे थे हालेलुया हालेलुया हालेलुया. അവർ പ്രാർത്ഥനാ മുറിയിൽ വന്നപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഹാലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. अंदर आते ही उसको लगा कि यार मैं 6 महीने से दवाई खा रही हूँ, इंजेक्शन लगवा रही हूँ, यहाँ जा रही वहाँ जा रही, ठीक नहीं हो रही हूँ, ये कैसे ठीक हो गया मेरा सिर दर्द. ആമേൻ. ആ സ്ത്രീ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ 6 മാസമായി ഞാൻ ഡോക്ടർമാരെ കാണുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, റെസ്റ്റ് എടുക്കുന്നുണ്ട്, പക്ഷേ ഇത് ഇതുവരെ മാറിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ളതായ ഒച്ച കേട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് എനിക്ക് സൗഖ്യം വന്നതെന്ന് തലയെ തപ്പി നോക്കുവാനിടയായി തീർന്നു. बच्चे अब दूसरे दिन बच्चे स्कूल चले गए, पूरा प्रार्थना भवन खाली था, वो दोबारा आई. ആമേൻ. പിറ്റേ ദിവസം രാവിലെ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ വീണ്ടും ആശ്രമത്തിൽ വരാനിടയായി തീർന്നു. और वो हाथ घुटने टेक के चिल्लाती ले लिया. ആമേൻ. അവർ എഴുന്നേറ്റ് നിന്ന് പറയാൻ തുടങ്ങി, എനിക്ക് ലഭിച്ചു കഴിഞ്ഞു, ले लिया എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ले लिया ले लिया ले लिया ले लिया. तो मैं सोचा जोर जोर से आश्रम में कौन चिल्ला रहा है ले लिया ले लिया. ആമേൻ. ആമേൻ. ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ആരാണ് ഒറ്റയ്ക്ക് വന്നിരുന്ന് ലേലിയ ലേലിയ എന്ന് പറയുന്നതെന്ന് ചിന്തിക്കാൻ തുടങ്ങി. आश्रम के मैनेजर को बोला कौन चिल्ला रहा है ले लिया इतनी जोर से आधे घंटे से चिल्ला रहा है ले लिया ले लिया. ആമേൻ. കഴിഞ്ഞ 6 മണിക്കൂറായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ആരാണ് ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കാനിടയായി തീർന്നു മാനേജറോട്. मैनेजर ने कहा गुरुजी वो लल्लन सेठ की पत्नी आधे घंटे से चिल्ला रही ले लिया हमारी हिम्मत नहीं उसको मना करने की. ആമേൻ. ഞങ്ങൾക്ക് അവരെ നിർത്താനായിട്ട് കഴിയുന്നില്ല. ആ ലാലേച്ചി സാട്ട് പറയുന്നതായ മനുഷ്യന്റെ ഭാര്യ കഴിഞ്ഞ 1 മണിക്കൂറോളമായി ഇരുന്നുകൊണ്ട് ലേലിയ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. तो मैं गया प्रार्थना भवन में और वो ऐसा चिल्ला रही ले लिया. मैंने कहा क्या हो गया क्या चिल्ला रही क्या ले लिया. ഞാൻ പോയിട്ട് ആ സ്ത്രീയോട് ചോദിക്കേണ്ടത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു.
उसने कहा गुरुजी क्षमा करिए, आपके बच्चे आश्रम के कल चिल्ला रहे थे ले लिया ले लिया ले लिया ले लिया। ആമേൻ. ഇന്നലെ നിങ്ങളുടെ ആശ്രമത്തിലെ കുഞ്ഞുങ്ങളെല്ലാം ലേലിയ ലേലിയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ഞാനും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. मैंने कहा बहन जी वो ले लिया नहीं है, हालेलुया है। ഓ പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി ലേലിയ എന്നല്ല അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഹല്ലേലൂയ എന്നാണെന്ന് പറഞ്ഞു. उसको पढ़ाने लिखाने के बाद मैं जैसे जाने लगा, അമേൻ. ഞാൻ അവരെ ഇങ്ങനെ ഹല്ലേലൂയ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലായി, प्रभु ने मेरे से कहा बेटा उसको क्या सिखा रहा था तू, क्या सिखा रहा था उस औरत? എന്റെ പ്രിയ മകനെ നീ അവളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? क्या मैंने तेरा कष्ट, तेरी पीड़ा, तेरी परेशानी, तेरा श्राप, तेरा बंधन क्रूस पर नहीं ले लिया? ആമേൻ. ഹല്ലേലൂയ. യേശു കർത്താവ് ഇങ്ങനെയാണ് തന്നോട് ചോദിച്ചത്, ഞാൻ നിന്റെ എല്ലാ രോഗങ്ങളും എല്ലാ ബന്ധനങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ക്രൂശിൽ സഹിച്ചില്ലേ, എടുത്തു മാറ്റിയില്ലേ? ले लिया। ലേലിയ. അവൻ എനിക്ക് വേണ്ടി അത് ചെയ്തു തീർത്തു. अच्छा एक बात बताओ, यीशु मसीह जब यरूशलेम में प्रवेश कर रहे थे तो लोगों ने क्या चिल्लाया? ആമേൻ. യേശു കർത്താവ് യെരൂശലേമിൽ പ്രവേശിച്ചപ്പോൾ എന്താണ് ജനങ്ങളെല്ലാം ആർത്തു പാടിയത്? हाँ? जोर से बोलिए, सुनिएगा ये क्या है? वो होशन्ना नहीं, होश आना है। ഹോഷ് ആനാ ഹേ എന്നാണ് ഹിന്ദിയിൽ അത് പറയുന്നത്. ഹോശന്നയല്ല, ഹോഷ് ആനാ ഹേ എന്ന് പറയുന്നു. होश आना, होश आना, इनको होश आ गया है। ആമേൻ. ഹോഷ് ആയാ ഹേ അല്ലെങ്കിൽ ഹോഷ് വന്നിരിക്കുന്നു എന്നാണ് ഹോസന്ന എന്നുള്ളത് കൊണ്ട് ഹിന്ദിയിൽ അർത്ഥമാക്കുന്നത്. आपको बताएं, उन्होंने फरीसियों ने कहा इनको मना करिए, क्या चिल्ला रहे हैं? यीशु ने कहा इनको होश आ गया है, अगर ये चुप हो गए पत्थरों को होश आ जाए। Praise the Lord. ഇവർക്ക് വളരെയധികം സന്തോഷം വന്നിരിക്കുന്നു. ഇവർക്ക് സന്തോഷം വന്നില്ലെങ്കിൽ ഈ കിടക്കുന്ന കല്ലുകൾക്ക് സന്തോഷം വരാനിടയായി തീരും. ഹല്ലേലൂയ. मतलब ये है कि मैं भी पत्थर पूजने वाला, मुझे भी होश आया है। Praise the Lord. ഞാനും കല്ലിനെ പോലെ ഇരുന്ന മനുഷ്യനാണ്, പക്ഷെ എനിക്കും എന്തുണ്ടായി? എനിക്കും വലിയ സന്തോഷമുള്ള വരാനിടയായി തീർന്നു. दाहिना हाथ ऊंचा करेंगे, ഹല്ലേലൂയ. വലത് കരങ്ങൾ ഉയർത്താം. बोले तुम सत्य को जानोगे, सत्य तुम्हें आजाद करेगा। നിങ്ങൾ സത്യം തിരിച്ചറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. बोल सकते हैं आप? बोलिए तुम सत्य को, ആമേൻ. ഞാൻ സത്യം അറിയും. तुम सत्य को जानोगे, सत्य तुम्हें आजाद करेगा। സത്യം എന്നെ സ്വതന്ത്രന്മാരാക്കും. स्वतंत्र करेगा। वेरी गुड। किस चीज से आजाद करेगा? ആമേൻ. ഏത് കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്? किस चीज से आजाद करेगा? ഏത് കാര്യത്തിൽ നിന്നും വിടുതൽ നൽകും, സ്വാതന്ത്ര്യം നൽകുമെന്നാണ് പറയുന്നത്? बोलिए जल्दी बताइए। पापों से, पाप के बंधनों से। असत्य एकदम सिंपल है, असत्य से। അസത്യത്തിൽ നിന്നും അസത്യമാകുന്നതായ ആ കെട്ടിൽ നിന്നും എന്നെ സ്വതന്ത്രനാക്കുമെന്നാണ് പറയുന്നത്. तो सच क्या है? അങ്ങനെയെങ്കിൽ സത്യം എന്താണ്? सत्य यीशु है। ये उधारी वाला है। तूने उधारी वाली बात कर दी है। ये borrowed, this is a borrowed word when you say Jesus, yes indeed Christ is the truth, पर उसको आपने ना उधार लिया हो। ആമേൻ. നിങ്ങൾ വാടകയ്ക്ക് എടുത്ത് പറയുന്നത് പോലെയാണ് നിങ്ങൾ പറയുന്നതാണ് പറയുന്നത്. टेक्निकल। अच्छा एक बात बताओ, अगर आपका हाथ कट जाएगा നമ്മുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ तो आपके पास 3 ऑप्शन है। നിങ്ങളുടെ മുമ്പിൽ 3 ഓപ്ഷനുകളാണുള്ളത്, 3 സാധ്യതകളാണുള്ളത്. मोची के पास चले जाइए। मोची जो होता है ना, सूजी धागा लेके वो जूता सिलता है, उसके पास चले जाओ। cobbler, the one who makes the shoe maker, you can go to the shoe maker and he will। ആയുധം पहला ऑप्शन है आप मोची के पास चले जाएंगे। ചെരുപ്പ് കുത്തിയുടെ അടുക്കൽ പോവുകയെന്നാണ് दूसरा ऑप्शन है आप टेलर के पास चले जाएंगे। രണ്ടാമത്തെ ഓപ്ഷൻ തുണി നെയ്യുന്നവന്റെ അടുക്കൽ പോകുക എന്നുള്ളതാണ്. टेलर भी सिल देगा, उसको मशीन लगा के सिल देगा। ആമേൻ. തയ്യൽക്കാരനും അത് നന്നാക്കി ചെയ്തു തരാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കൈയുടെ മുറിവ് തുന്നി തരാൻ സാധിക്കും. तीसरा ऑप्शन है आपके पास, आप डॉक्टर के पास चले जाएंगे। മൂന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുടെ അടുക്കൽ പോകാനിടയായി. आप किसके पास जाएंगे? अपने फटे हुए हाथ को सिलवाने के लिए। ആമേൻ. നിങ്ങളുടെ മുറിവുകൾ കെട്ടുവാൻ നിങ്ങൾ എവിടെ പോകും? क्यों जाएंगे? നിങ്ങൾ എന്തുകൊണ്ട് ഡോക്ടറുടെ അടുത്ത് പോകും? एक्सपर्ट है वो, उसका वो ज्ञाता है, उसका वो जानकार है। ആ വിഷയത്തിൽ അവർ വൈദഗ്ധ്യമുള്ളതാണ്, അവർക്ക് അതിൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഡോക്ടറുടെ അടുക്കൽ പോകുന്നത്. एक आदमी था, ആമേൻ.
ഒരു മനുഷ്യനുണ്ടായിരുന്നു. सुबह सुबह उठा, उसने देखा उसकी एक टांग नीले रंग की हो गई. ഓക്കേ, തന്റെ ഒരു ദിവസം രാവിലെ താൻ എഴുന്നേൽക്കുമ്പോൾ തന്റെ കാല് നീല കളറിലായിരിക്കും. उसने देखा, वो डर गया. അത് കണ്ടിട്ട് വളരെയധികം ഭയപ്പെടാൻ ഇടയായി. डॉक्टर के पास भागा. വേഗത്തിൽ ഡോക്ടറുടെ അടുക്കലേക്ക് ഓടി. डॉक्टर ने उसकी टांग देखी, बोले अरे तेरी टांग में जहर चढ़ रहा है, तू मर जाएगा. ആമേൻ. ആ ഡോക്ടർ പറഞ്ഞു, നിന്റെ കാലിൽ കൂടി വിഷം കയറിക്കൊണ്ടിരിക്കുകയാണ്, നീ വേഗത്തിൽ മരിച്ചു പോകും. डॉक्टर बोला तेरी पैर काटना पड़ेगा, तेरी टांग काटनी पड़ेगी. നിന്റെ കാല് മുറിച്ചു കളയേണ്ടി വരും, അല്ലെങ്കിൽ നീ മരിച്ചു പോകുമെന്ന് പറയാൻ ഇടയായി. डॉक्टर ने उसकी एक टांग काट दी. അവൻ ആ ഡോക്ടർ എന്ത് ചെയ്തു, തന്റെ ഒരു കാല് മുറിച്ചു കളഞ്ഞു. कुछ दिन बाद കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം वो उठा, सुबह सुबह उसने देखा दूसरा पैर भी नीले नीले रंग का हुआ. ഒരു ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്റെ ഇടത്തെ കാലും ഇതുപോലെ നീല നിറത്തിൽ തിളങ്ങുന്നത് കാണാൻ ഇടയായി. डॉक्टर के पास भागा, उसी डॉक्टर के पास गया. അവൻ വേഗം ആ ഡോക്ടറുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. डॉक्टर ने देखा, बोला तेरी दूसरी टांग में भी जहर चढ़ रहा है, नहीं काटी गई तो तू मर जाएगा. നിന്റെ രണ്ടാമത്തെ കാലിലും വിഷം കയറിയിരിക്കുകയാണ്, അത് മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ നീ വേഗത്തിൽ മരിച്ചു പോകാനിടയായി. उसकी दूसरी टांग भी काट दी गई और उसकी दोनों टांगें जो कट गई उसकी जगह नकली पांव लगा दिए അവൻ गए. ഇപ്പോൾ തന്റെ രണ്ട് കാലുകളും മുറിക്കപ്പെട്ട് തനിക്ക് നടക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് താൻ വീഴ്ത്തപ്പെട്ടവനിടയായി ചേർന്നു. कुछ दिन बाद वो सोकर उठा, उसने देखा उसके दोनों नकली पांव नीले नीले रंग के. അവൻ ഒരു ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്റെ മുറിച്ചു കളഞ്ഞതായ ബാക്കിയുള്ള ഭാഗങ്ങൾ, അതേ ബാക്കിയുള്ള കാലിന്റെ ഭാഗങ്ങളും വീണ്ടും നീല നിറച്ചിലിരിക്കുന്നത് കാണാനിടയായി. उसको उसी डॉक्टर के पास ले जाया गया जिसने पहले उसका इलाज किया था. അവൻ അതേ डॉक्टറുടെ അടുക്കൽ വീണ്ടും താൻ ഓടി ചെല്ലുവാനിടയായി, വേഗം ചെല്ലുവാനിടയായി. डॉक्टर ने देखा उसके दोनों नकली पांव नीले नीले रंग के. उसने कहा रे 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 रे. തന്റെ രണ്ട് മുറിച്ചു കളയപ്പെട്ട കാലുകളും വീണ്ടും നീലിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ താൻ ആ ഡോക്ടർ തന്റെ തലയിൽ കൈവച്ച് തനിക്ക് പറ്റിയ അബദ്ധത്തെ കുറിച്ച് ഓർത്തു. अरे अब तेरी समस्या समझ में आई मुझे. നിന്റെ വിഷയം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. असल में तेरी लुंगी से कलर निकल रहा था. നിന്റെ നിറം ഇളകുന്നതായ നിന്റെ ലുങ്കിയിൽ നിന്നും ഇറങ്ങിയ നീല നിറമാണ് നിന്റെ കാലിൽ വന്നതെന്ന് താൻ മനസ്സിലാക്കാൻ दोनों पैर कट गए. രണ്ട് കാലും മുറിച്ചു കളയപ്പെട്ടവനായി. हमारे जीवन में भी ऐसा है. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കും. एक चीज हमको बचाएगी, वो है सत्य. ആമേൻ. ഒരു കാര്യം മാത്രമാണ് നമ്മളെ വിടുവിക്കുന്നത്, അത് മറ്റൊന്നുമല്ല, സത്യം എന്നുള്ള വസ്തുതയാണ്. ഹല്ലേലൂയ. इसीलिए मैत्री और कात्यायनी की जो कहानी है उसमें मैत्री ने चिल्लाकर कहा मुझे सत्य की ओर ले चलिए. ഇതുകൊണ്ടാണ് മൈത്രി തന്റെ ഭർത്താവിനോട് പറഞ്ഞത്, നിങ്ങൾ എന്നെ സത്യത്തിലേക്ക് വഴി നടത്തൂ. बोले परमेश्वर महाराज की, യേശു കർത്താവിനെ മഹത്വം പറയാം. पिता परमेश्वर की, പിതാവാം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറയാം. पावनात्माओं की, പരിശുദ്ധാത്മാവിന് നന്ദിയോടെ ഹല്ലേലൂയ പറയാം. आपके हाथ में कुछ आएगा अभी. You are going to receive something in your hand right now. നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ ചിലത് പ്രാപിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. अपना हाथ ऐसा करिए, दाहिना हाथ रखो. Put your hand like this. നിങ്ങളുടെ റൈറ്റ് ഹാൻഡ്, നിങ്ങളുടെ വലത്തെ കൈകൾ ഇങ്ങനെ പിടിച്ചാട്ട് ऐसा ऐसा मतलब ऐसे करो, मांगने वाले मुद्रा में. മാങ്ങനെ ദൈവത്തോട് ചോദിക്കുന്നത് പോലെ ഇല്ലെങ്കിൽ ऐसे ऐसे बस इतना ऐसे कर लीजिए. अब ये मान लो, सोच लो कि नींबू है आपके हाथ में. നിങ്ങളുടെ കരങ്ങളിൽ ഇപ്പോൾ लेमन. ലെമൺ, Just imagine that. നാരങ്ങ ഇരിക്കുന്നത് ചിന്തിക്കുക. मान लो कि नींबू है, आया. ഓക്കേ, നിങ്ങളുടെ കരങ്ങളിൽ ഇപ്പോൾ ഒരു ऐसे നാരങ്ങ आया വന്നിരിക്കുന്നു. तुम्हारा नींबू की जगह ऐसे करिए तो आएगा. ऐसे करो, आया. हरा, या तो हरा है या पीला आया. कौन सा नींबू आया ना, महसूस कर लो. പച്ച കളറാണോ അതോ മഞ്ഞ കളറിലാണോ വന്നത്? अभी एक हाथ में चाकू ले लीजिए. ഇപ്പോൾ നിങ്ങളുടെ കൈകളിൽ കത്തി. हाँ, उसको काटिए. അപ്പൊ അടുത്ത കയ്യില് കത്തി വന്നിരിക്കുകയാണ്. ആ കത്തി കൊണ്ട് നിങ്ങൾ അതിനെ कट മുറിക്കൂ. गया, कटा. നിങ്ങൾ മുറിച്ചോ? उसको एक जो कट गया उसको ऊपर उठाइए. ആ കട്ട് ചെയ്തതായ ഒരു പീസ് മുകളിൽ ഇങ്ങനെ ഒന്ന് ഉയർത്തിക്കേ. मुंह खोलिए. ആ വാ തുറന്നേ. आंख बंद करो, आंख बंद करो. क्लोज योर आईज. കണ്ണുകൾ അടച്ചതിന് स्क्वीज करो, स्क्वीज करो, स्क्वीज. അതിനെ ഒന്ന് പിടിക്കാനിടയാ തീർന്നേ. टाइटली, बहुत जोर से स्क्वीज करो. നന്നായി निचोड़िए. പിടിക്കേ. आया पानी, आया पानी, आया വെള്ളം വന്നോ? आया पानी. നിങ്ങളുടെ വാവിൽ ഇപ്പൊ വെള്ളം വന്നോ? नहीं दिखने वाले नींबू से जब मुंह में पानी आ सकता है, കാണാൻ കഴിയാത്തതായ ഒരു നാരങ്ങയിൽ നിന്ന് നിങ്ങളുടെ വായിൽ വെള്ളം വരുവാൻ കഴിഞ്ഞെങ്കിൽ तो इस दिखने वाले वचन से न जाने क्या था. അവൻ ദൈവത്തിന്റെ വാക്കുകളോട് എത്രത്തോളം അധികമായി വരും. आज मैं आपके पास ये भी लेके आया हूँ और ये लिटरली
മേത്രി ഏത് സത്യത്തെക്കുറിച്ചാണോ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് അതേ സത്യമാണ് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന തിരുവചനം. बोले प्रभु यीशु महाराज की യേശു കർത്താവിന്റെ മഹത്വം, പിതാവാം ദൈവത്തിന്റെ മഹത്വം, പരിശുദ്ധാത്മാവിന്റെ മഹത്വം. आज एक इम्पोर्टेंट चीज है, हम समय रन आउट हो गया है। സമയം മുന്നോട്ട് പോയിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട വിഷയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. कल मैं आपके पास ये जो पावरफुल जीवन को बदलने वाली, जीवन को रूपांतरित करने वाली प्रभु की वाणी हमारे पास है, वो आपको शेयर करूंगा। നാളെ ദൈവം അനുവദിച്ചാൽ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതായ തിരുവചനം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നതാണ്. तो मेरा आपसे निवेदन है, कल हम लोग शिद्दत से आएंगे। आज हमने बहुत सारा समय प्रभु की भक्ति में गुजारा है और हमारी आशा है कल हम प्रभु की गहरे गूढ़ वचन में चलेंगे। ആമേൻ. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നാളെ വരുന്ന ദിവസം വേഗത്തിൽ നിങ്ങൾ വരുവാനായിട്ട് ശ്രമിക്കുക. ഇന്ന് നമ്മൾ ഒത്തിരി നേരം ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. നാളെ ദൈവം അനുവദിച്ചാൽ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുവാൻ പോകുകയാണ്. बोले प्रभु यीशु महाराज की യേശുവിന്റെ മഹത്വം പറയാം. पिता परमेश्वर की പിതാവാം ദൈവത്തിന് നന്ദിയോടെ ഹല്ലേലൂയ പറയാം. भावनात्मा की പവിത്രാത്മാവിന് നന്ദിയോടെ സ്തോത്രം പറയാം. ले लिया। ആമേൻ. ലഭിച്ചു കഴിഞ്ഞു. ढीला का छोटा है। ഹല്ലേലൂയ. नहीं, मैं जब अभी कल 3 दिन में ट्रेन करूंगा आपको, मैं आप चिंता नहीं। അടുത്ത 3 ദിവസം ഞാൻ നിങ്ങൾക്ക് ഹല്ലേലൂയയുടെ ട്രെയിനിങ് എടുക്കുന്നതാണ്. आपके जितने नट बोल्ट ढीले हैं उसी को टाइट करने आए हूँ। ഇതിൽ ഏതൊക്കെ നട്ടും ബോൾട്ടും ആണോ അഴിഞ്ഞു കിടക്കുന്നത് അതെല്ലാം നിങ്ങൾ മുറുക്കേണ്ടിയിരിക്കുന്നു. लेकिन मैं आपको कुछ नहीं सिखा सकता, आप तो खुद ही सीखे सिखाए हो। ഞാൻ നിങ്ങളെ ഒന്ന് പഠിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. लेकिन जोर से जयकारा लगाएंगे, ठीक है? मैं बोलूंगा हाले, आप बोलो लुइया। ഞാൻ ഹാലേ പറയും, നിങ്ങൾ ലൂയ പറയണം. सलाम आपको बहुत 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 വളരെ നന്നായി നിങ്ങൾ ഹാലേലൂയ പഠിച്ചു. ऊपर ताली बजाएंगे जोर से। കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോ